ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നിവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളാട്ടോ ഇട്ടിക്കണേ. ഇന്നത്തെ എൻ്റെ ദിവസത്തെ ഓരോ കാര്യങ്ങളും. രാവിലെ മുറ്റത്തിറങ്ങി പുല്ലൊക്കെ പറിച്ച് റെഡിയായി. നിറച്ച് പുല്ലുണ്ടായിരുന്നു കേട്ടോ, കല്ലിൻ്റെ അടിയിൽ കൂടെയൊക്കെ പുല്ലുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് മുറ്റൊക്കെ വൃത്തിയാക്കി രാവിലെ തന്നെ നമ്മൾ ജോലികൾ തുടങ്ങട്ടോ. അതല്ലേ, പുല്ലുകൾ ഇങ്ങനെ പറിച്ചിട്ട് നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല പുല്ലുണ്ട് മുറ്റത്ത് കൂടെയൊക്കെ. അതൊക്കെ പറിച്ച് പിന്നെ ചെടികളൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം തുടങ്ങണം കേട്ടോ. അങ്ങനെ ഗെയ്സ്, ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ, ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ചെടികളൊക്കെ ഒന്ന് വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ കുറച്ച് വളപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ പൂവിട്ട് തുടങ്ങിയിരിക്കണം, റെഡിയായി വരുന്നുണ്ട്. ചിലതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്, ചിലതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കടലാസും പൂവൊക്കെ നല്ലോണം പൂവിട്ട് കേട്ടോ. കാണിച്ചു തരാം അല്ലേ, നന്നായി പൂവിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചെടികളും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗെയ്സ്, നമ്മുടെ ചെടികൾക്കൊക്കെ വളമിട്ട് കൊടുത്തു കേട്ടോ. അതല്ലേ, ഒക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഒക്കെ മണ്ണ് മാറ്റാനായിക്കണോ, എല്ലാ ചെടിയത്തെ മണ്ണും മാറ്റാനായിക്കൊണ്ടോ. ഒക്കെ ഒന്ന് മാറ്റി നേരാക്കി റെഡിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊന്നും റെഡിയായി വരില്ല. അങ്ങനെ തെച്ചിയൊക്കെ പൂവിടുന്നുണ്ട് കേട്ടോ. എല്ലാ തെച്ചിയും ചട്ടിയിൽ കുത്തിയ തെച്ചികളൊക്കെ പൂവിടുന്നുണ്ട്. അങ്ങനെ നമ്മളെ അടുത്ത കടലാസും ചെടി അല്ലേ, നല്ലൊരു കളറാണ് അത്. ഇതും പൂവിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് കുറച്ചുകൂടി നല്ല റോസാട്ടോ, പിങ്ക് കളറാണ്. അങ്ങനെ ഇതൊക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ചെടികളൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടേ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഗെയ്സ്, നമ്മുടെ മുറ്റത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് അത് പിന്നെ ഉച്ചാമ്പത്തിനുള്ള പരിപാടികൾ നോക്കിട്ടോ. ഒരു നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ചിക്കൻ കൊണ്ടൊരു കറിയും ഒക്കെ ഉണ്ടാക്കിട്ടോ. കുട്ടികളൊക്കെ വിരുന്ന് വന്നിരുന്നു. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നെയ്ച്ചോറാകുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കും, ഇതിൻ്റെ തിന്നാനും നല്ല ടേസ്റ്റാണ്. മസാലേൻ്റെ കുത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഗെയ്സ്, ഞാൻ കുക്കറിലൊന്നല്ല കേട്ടോ, ചട്ടിയിലാണ് വെച്ചത്, പാത്രത്തിലാണ് നെയ്ച്ചോറ് വെച്ചത്. കല്യാണത്തിനൊക്കെ നമ്മൾ വെക്കണം നെയ്ച്ചോറില്ല, അതിൻ്റെ അതേ ടേസ്റ്റാട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് സവാള, നിങ്ങൾ ആവശ്യത്തിന് അരി എടുക്കണതിനനുസരിച്ച് സവാള. ഇതിപ്പോൾ ഒരു 3 സവാള ഉണ്ട് കേട്ടോ. ഞാനൊരു 2 കിലോ അരി കൊണ്ടാണ് വെക്കുന്നത്. അതൊക്കെ നല്ലോണം വാട്ടി കറുകപ്പട്ട, ഏലക്കായ്, ഗ്രാമ്പു, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അരി എടുക്കണതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് അതൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അരിയൊക്കെ ആദ്യം കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരട്ടി വെള്ളം വെച്ചാൽ മതി പാകത്തെ വേഗാക്കാൻ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനെ വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എളുപ്പം ഉണ്ടാക്കി നോക്കി. ഒരു നാരങ്ങൻ്റെ ലെമൺ ജ്യൂസ് പിഴിഞ്ഞിട്ടേ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചോറൊന്നും ഒട്ടി പിടിക്കില്ല. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ടേ
ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം തള വരുമ്പോൾ നമുക്ക് കഴുകി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിലിന് പോകും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ തിന്നണ അതേ ബിരിയാണി നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് ഇട്ടു കേട്ടോ. നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയാലോ. അതിന് അരിയൊക്കെ കഴുകി നല്ലോണം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോഴേ നമുക്ക് അരിയാണ് ഇട്ട് കൊടുക്കുക. ഇനി അരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം തിളച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ടേ വെള്ളം നല്ലോണം താണ് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മ് ചെറുതാക്കിയിട്ട് അടച്ച് വെച്ചങ്ങാണ്ട് എളുപ്പത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മല്ലിയില നമ്മൾ വാട്ടിയ സവാള കുറച്ച് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. നമ്മൾ കല്യാണത്തിൽ നിന്നൊക്കെ കിട്ടുന്ന നെയ്ച്ചോറില്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് കേട്ടോ. അല്ലേ, നല്ല കളർഫുള്ളായ നെയ്ച്ചോറ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതിക്ക് ഞാൻ ചിക്കൻ കൊണ്ടൊരു കറി ഉണ്ടാക്കി, ചിക്കൻ കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിട്ടോ. ഞങ്ങൾക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കട്ടോ നമുക്ക്. ഞാൻ ആദ്യം മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. വേറൊരു ചട്ടിയിൽ ഒരു 3 സവാള ഇട്ട് കൊടുത്തിട്ടേ അത് നന്നായി വഴഞ്ഞ് വന്നിട്ട് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് അടച്ച് വെച്ചാൽ നല്ലോണം എളുപ്പം വേവും കേട്ടോ. ഇളം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് 2 തക്കാളിയും ചേർത്ത് കൊടുക്കട്ടോ. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ അതിലെല്ലാം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അരവുകളും മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിട്ടിട്ട് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തക്കാളിയും കൂടി സവാളയും കൂടി വാട്ടിയിട്ടേ കുറച്ച് വേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടി നല്ലോണം വാടി വരട്ടെ. ഒന്നാണ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പെട്ടെന്ന് പോകും. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചോ കാണി. അതൊക്കെ നന്നായി വഴന്ന് വരും. ഫ്ലെയിം ചെറുതാക്കി വെച്ചാൽ മതി. അങ്ങനെ ഗെയ്സ് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കേ നമ്മൾ വെള്ളം വറ്റിച്ച് വെച്ച ഇറച്ചി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടേ കുറച്ച് മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടേ നമ്മൾ വെള്ളം വറ്റിച്ച ഇറച്ചി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലകളൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇറച്ചി. ലേശം വെള്ളം അധികം വെക്കാതെ പാകത്തെ വെള്ളം വെച്ചിട്ടേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് ഇതിൽ കടന്നിട്ടേ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ചെറുതാക്കി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യം വെള്ളം വറ്റിച്ച ചിക്കനാണ്. അപ്പോൾ നമുക്ക് എണ്ണയൊന്നും അധികം നമ്മൾ പൊരിച്ചെടുക്കുന്ന എണ്ണയൊന്നും ഓയിലൊന്നും അധികം ആവില്ല. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഗെയ്സ് നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമായി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കൊണ്ട് ഒരു കറി ഉണ്ടാക്കി തേങ്ങയൊക്കെ വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റും ഒക്കെ റെഡി ആയിട്ടോ. ഉച്ചാമ്പത്തിനുള്ള വിഭവങ്ങളാണ് ഈ ഉണ്ടാക്കിയത്. ഇത് ഇനി എണ്ണയിൽ കടന്നിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായി വഴന്ന് വരണം. അപ്പോൾ അതിന് നല്ലൊരു പൊരിഞ്ഞ മണം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. ആ മസാലയൊക്കെ ആയി കടന്നിട്ട് നല്ലോണം വഴന്ന് വരുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ തേങ്ങ വറുക്കുക കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം തന്നെ മല്ലി, മുളക്, മഞ്ഞൾ, ചതവുകളൊക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടേ 2-3 വിസിലെത്തിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കറി വെക്കാല്ലേ. തക്കാളി സവാളയൊക്കെ വാട്ടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നന്നായി വറുത്തിട്ടേ മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുത്താൽ കേട്ടോ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചിക്കൻ കറിയും റെഡിയായി. അങ്ങനെ നമ്മളെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് പാകത്തിന് കുറുകലിന് പാകത്തിന് കറി ഉണ്ടാക്കി കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ കറി. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം, പൊറോട്ട, പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ്. നമ്മൾ നാടൻ വെപ്പാണി വെച്ചിക്കണം. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. അങ്ങനെ ഗെയ്സ് നമ്മളെല്ലാ വിഭവങ്ങളും ഉച്ചാമ്പത്തേക്ക് റെഡി ആയിട്ടോ. ചിക്കൻ റോസ്റ്റ് റെഡിയായി അല്ലേ. കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. നമ്മൾ നെയ്ച്ചോറും റെഡിയായി, ഒക്കെ റെഡിയായി. എല്ലാം അല്ലേ നല്ല കളർഫുള്ളാണ് നെയ്ച്ചോറ്. ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കണേ. എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ച് എല്ലാ കൂട്ടുകാർക്കും.